അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീന എന്ന മനോഹരമായ നാട്ടിൽ നീതിമാനും കരുണാമയനുമായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും സുഖമായി ഉറങ്ങുന്ന രാത്രികളിൽ തൻ്റെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഉമ്മമാർക്കും സുഖമാണോ എന്നറിയാൻ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പതുക്കെ നടന്നു വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തണുപ്പുള്ള ഒരു രാത്രി ഒരു കുടിലിൽ നിന്ന് ഒരു കുഞ്ഞ് വിശന്ന് കരയുന്നത് അവിടുന്ന് കേട്ടു. ആ കുടിലിനുള്ളിൽ ഒരു ഉമ്മ അടുപ്പത്ത് വെറും വെള്ളം മാത്രം തിളപ്പിക്കുകയായിരുന്നു. ഭക്ഷണം വേവുന്നുണ്ടെന്ന് കരുതി കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തി ഉറങ്ങിക്കോളും എന്ന് കരുതിയാണ് ആ ഉമ്മ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ ഉമറിൻ്റെ ഹൃദയം വേദനിച്ചു. അദ്ദേഹം കരയാൻ തുടങ്ങി. അവിടുന്ന് ഒട്ടും വൈകാതെ ഓടിച്ചെന്ന് മാവും നെയ്യും ഈത്തപ്പഴവും അടങ്ങിയ ഒരു വലിയ ഭാണ്ഡം തയ്യാറാക്കി. സഹായികൾ അത് ചുമക്കട്ടെ എന്ന് പറഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു സമ്മതിച്ചില്ല. പരലോകത്ത് വിചാരണ വേളയിൽ എൻ്റെ ഭാരം ചുമക്കാൻ നിങ്ങൾ വരുമോ എന്ന് തിരിച്ച് അദ്ദേഹം അവരോട് ചോദ്യം ചോദിച്ചു. ആ വലിയ ഭാണ്ഡം സ്വന്തം തോളിലേറ്റി ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുടിലിലേക്ക് തിരികെ നടന്നു. അവിടെ എത്തി സ്വന്തം കൈകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതുവരെ അദ്ദേഹം അവിടെ അവർക്ക് കാവലിരുന്നു. അവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ മാത്രമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമാധാനമായി തിരിച്ചു പോന്നത്. തൻ്റെ നാട്ടിൽ ഒരു കുഞ്ഞു പോലും വിശന്നിരിക്കരുത് എന്നാഗ്രഹിച്ച് ആ വലിയ ഭരണാധികാരി ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇസ്ലാമിലെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വലിയ ഒരു പാഠമാണ്.